സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും അലവൻസുകളും അവസാനമായി പരിഷ്കരിച്ചത് 2019 ജൂലൈ മുതലാണ്. എങ്കിലും ഫലത്തിൽ 2021 മാർച്ച് മാസത്തെ ശമ്പളം തൊട്ടാണ് ഈ വർധനവ് ജീവനക്കാർക്ക് ലഭിച്ചു തുടങ്ങിയത്. അതായത് 2019 ജൂലൈ 1 മുതൽ 2021 ഫെബ്രുവരി 28 വരെയുള്ള 20 മാസത്തെ ശമ്പള വർധനവ് ജീവനക്കാർക്ക് കുടിശ്ശികയായി നിലനിൽക്കുകയായിരുന്നു. പുതിയ ജീവനക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. ഉദാഹരണമായി, ശമ്പള പരിഷ്കരണത്തിലൂടെ ഒരു ജീവനക്കാരന് പ്രതിമാസം ഒരു 10,000 രൂപയുടെ വർധനവ് ഉണ്ടായെന്ന് വയ്ക്കുക. അതായത് മാസം 10,000 രൂപയാണ് ശമ്പള പരിഷ്കരണത്തിലൂടെ അന്ന് വർദ്ധിച്ചത്. 2021 മാർച്ച് മുതൽ ഈ 10,000 രൂപ കൂടി ഉൾപ്പെട്ട ശമ്പളമാണ് അയാൾ വാങ്ങി വന്നിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വർധനവ് അയാൾക്ക് എന്ന് മുതലാണ് ലഭിക്കേണ്ടിയിരുന്നത്? 2019 ജൂലൈ 1 മുതൽ ലഭിക്കണമായിരുന്നു. അതായത് 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള കാലയളവിൽ ഈ 10,000 രൂപ വെച്ച് അയാൾക്ക് കിട്ടിയിട്ടില്ല. അതായത് എത്രയാണ് കുടിശ്ശിക? 20 മാസം 10,000 രൂപ വെച്ച് 2 ലക്ഷം രൂപയാണ് കുടിശ്ശികയായി വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായി കൊടുക്കാമെന്ന് അന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ആ തീയതികൾ? 1/4/23 ഒരു 25% കൊടുക്കാം, 1/10/23 25%, പിന്നെ എത്ര ഉണ്ട്? 50%. അത് 1/4/24 ഒരു 25%, പിന്നെ ഉള്ളത് ഒരു 25%, അത് 1/10/2024. ഇങ്ങനെ 4 തീയതികളിൽ 4 ഗഡുക്കളായി ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് സർക്കാർ അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഈ ഉദാഹരണത്തിലാണെങ്കിൽ 2 ലക്ഷത്തിൻ്റെ 25%-മായ 50,000 രൂപ വീതമുള്ള 4 തുല്യ ഗഡുക്കളായിട്ട് ഈ 2 ലക്ഷം രൂപ നമ്മുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുമായിരുന്നു. എന്നാൽ നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാസമയത്ത് ഈ കുടിശ്ശിക നൽകുന്നതിന് സാധിച്ചിരുന്നില്ല. ഈ കുടിശ്ശികയുടെ 2 ഗഡുക്കളാണ്, അതായത് 25%-ും 25%, ജീവനക്കാർക്കുള്ള 2 ഗഡുക്കൾ 25% + 25%, അത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് GOP നമ്പർ 38/2025, ഫിൻ ഡേറ്റഡ് 29/3/2025. ഇതിന് പ്രകാരം കുടിശ്ശികയുടെ 2 ഗഡുക്കൾ ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് ശമ്പള ബില്ല് വഴി ക്രെഡിറ്റ് ചെയ്യുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഇങ്ങനെ PFൽ ക്രെഡിറ്റ് ചെയ്യുന്ന തുക ഈ 25% + 25%, അതായത് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞാണെങ്കിൽ 1 ലക്ഷം രൂപ, അത് ഒന്നുകിൽ ജീവനക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ, അല്ലെങ്കിൽ 2026 ഏപ്രിൽ മാസം, അടുത്ത വർഷം ഏപ്രിൽ മാസം മുതലോ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അന്ന് തൊട്ട് ഇത് പിൻവലിക്കാൻ കഴിയും. ഇപ്പം 31/5/2021 ശേഷം വിരമിച്ച ജീവനക്കാർക്ക്, അല്ലെങ്കിൽ PF ക്ലോസ് ചെയ്തവർ, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ PF അക്കൗണ്ട് ഇല്ലല്ലോ. PF അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ 2 ഗഡുക്കളുടെ തുക പണമായി തന്നെ അനുവദിക്കുന്നതാണെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഉത്തരവിൽ വളരെ വിശദമായി തന്നെ വിവിധ വിഭാഗം ജീവനക്കാരുടെ, പേഴ്സണൽ സ്റ്റാഫായി ജോലി നോക്കുന്ന കോ-ടെർമിനസ് ജീവനക്കാർ, അതുപോലെ തന്നെ സേവനത്തിലിരിക്കെ മരണമടഞ്ഞ ജീവനക്കാർ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. സ്പാർക്കിലൂടെ എങ്ങനെ ഈ അരിയർ പ്രോസസ്സ് ചെയ്ത് PFലേക്ക് ക്രെഡിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിനെ കൂടുതൽ വിശദമാക്കിയാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉത്തരവ് അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഈ കുടിശ്ശിക സ്പാർക്കിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇവിടെ ഞാൻ OTP എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തിലെ ക്ലർക്കിൻ്റെ ലോഗിനാണിത്. OTP എൻ്റർ ചെയ്തു, ലോഗിൻ ചെയ്യുന്നു. ഇതാണ് ഈ സ്ഥാപനത്തിലെ ക്ലർക്കിൻ്റെ ലോഗിൻ. ഇവിടെയാണ് നമ്മൾ പേ റിവിഷൻ്റെ അരിയർ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് സാലറി മാറ്റേഴ്സ്. സാലറി മാറ്റേഴ്സിൽ ഏറ്റവും താഴെയായി 11th പേ റിവിഷൻ, അവിടെ പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ്, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രോസസ് 11th പേ റിവിഷൻ അരിയർ ഫ്രം 7/2019 to 2/2021. ഈ 2021 ഫെബ്രുവരി മാസം വരെയുള്ള ആൾക്കാരുടെ പേ റിവിഷൻ അരിയറാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമുള്ളത് നമുക്ക് ക്യാഷായി കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ പ്രോസസ്സിംഗ് പീരീഡ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോ ഫിൽഡ് ആയിട്ടുണ്ട്. 7/2019 മുതൽ 2/2021 വരെയാണ് അതിൻ്റെ പീരീഡ്. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ഓഫീസ് സെലക്ട് ചെയ്തു, DDO കോഡ് സെലക്ട് ചെയ്തു, ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യാണ്. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ബിൽ ടൈപ്പുകളുണ്ട്. നമ്മളിതിൽ നിന്നും
ഒരു ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ബിൽ ടൈപ്പ് സെലക്ട് ചെയ്തു, ഫാർമസിസ്റ്റ് 1. ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഇവിടെ സെലക്ട് എംപ്ലോയീസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ സ്ഥാപനത്തിൽ പേ റിവിഷൻ അരിയറിന് അർഹരായിട്ടുള്ള ജീവനക്കാരുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ അരിയറിന് അർഹരായിട്ടുള്ള ജീവനക്കാരാണ് ഓൺലി ദോസ് എംപ്ലോയീസ് ഹൂസ് പേ ഈസ് ഫിക്സഡ് ഷാൽ ബി ലിസ്റ്റഡ് ഹിയർ ആണ്. പേ ഫിക്സേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരുടെ പേര് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഞാനിവിടെ 3 പേരെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. യുവർ റിക്വസ്റ്റ് ഫോർ പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്, ജോബ് നമ്പർ ഈസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ബിൽ കൺട്രോൾ കോഡ്, ജോബ് നമ്പർ, നമ്പർ ഓഫ് എംപ്ലോയീസ് 3, റിക്വസ്റ്റഡ് ബൈ പെൻ നമ്പർ ഉണ്ട്, റിക്വസ്റ്റഡ് ഓൺ ഡേറ്റ് ഉണ്ട്, ജോബ് വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഹെഡ് നോക്കാം. അടുത്ത ഹെഡ് എടുത്തു, സെലക്ട് എംപ്ലോയീസ്. അവിടെ ഒരു ജീവനക്കാരൻ മാത്രമേ ആ കാലയളവിൽ പേ ഫിക്സേഷൻ നടത്തിയതായിട്ടുള്ളൂ. അദ്ദേഹത്തെ സെലക്ട് ചെയ്യുകയാണ്, സബ്മിറ്റ് ചെയ്യുന്നു. അതും ഓക്കെ കൊടുക്കുന്നു. അതും ജോബ് വെയിറ്റിംഗ് ആണ്. ഈ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ഹെഡുകളിലെയും ജീവനക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പേ റിവിഷൻ്റെ അരിയർ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാ ഹെഡിലെയും നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ പീരീഡിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചിട്ടുള്ള ജീവനക്കാരുണ്ട്. അവരുടെ കൂടി പേ റിവിഷൻ അരിയർ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. അതായത് 31/5/2021 ശേഷം വിരമിച്ച ജീവനക്കാർ അല്ലെങ്കിൽ PF ക്ലോസ് ചെയ്തവർ, അങ്ങനെയുള്ളവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷായിട്ട് ഇത് മാറിക്കൊടുക്കാൻ കഴിയും. അതും നമ്മുടെ ഓഫീസിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെൻഷൻ പറ്റിയവരുടെ പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യുകയാണ്. അതും ഇതുപോലെ തന്നെ സാലറി മാറ്റേഴ്സ് 11th പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് റിട്ടയേർഡ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെയും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പീരീഡ് ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായി. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. ബിൽ ടൈപ്പ്, ഏത് ഹെഡിലാണ് ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടായതെന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഹെഡായി നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ആദ്യത്തെ ഹെഡിലില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് സംശയമുണ്ടെങ്കിൽ ആ ഹെഡും നോക്കാം, പക്ഷേ എനിക്കിവിടെ സംശയമില്ല. ആ ഹെഡിൽ ആരും തന്നെ ആ സമയത്ത് റിട്ടയർ ചെയ്തിരുന്നില്ല. അടുത്ത ഹെഡ് നോക്കുകയാണ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ആ ജീവനക്കാരൻ്റെ ആ പീരീഡിലുള്ള അരിയറാണ്. മനസ്സിലാക്കുക, ഈ 2 വർഷത്തെ അരിയർ. അതിന് ശേഷമുള്ളത് അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടിയതാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയിയാണ്. അദ്ദേഹത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് PF അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് ക്യാഷായി തന്നെ കിട്ടും. ഓക്കെ കൊടുത്തു. അത് ജോബ് വെയിറ്റിംഗ് ആണ്. ഇനി പെൻഷൻ പറ്റിയ ആരെങ്കിലും ഉള്ള വേറൊരു ഹെഡ് നോക്കുക. ഇപ്പോൾ ഇവിടെ വേറൊരു ഹെഡുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം ആരെങ്കിലും ഇതിൽ പെൻഷൻ പറ്റിയിട്ടുണ്ടോ. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവേ പെൻഷൻ പറ്റിയവരായിരിക്കണം. സെലക്ട് എംപ്ലോയീസ്, അവിടെയും ഒരാളുണ്ട്. അതുപോലെ മറ്റ് ഹെഡുകൾ എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ മറ്റ് ഹെഡുകളിലൊന്നും തന്നെ ആരും റിട്ടയർ ചെയ്തിരുന്നില്ല. റിട്ടയർ ചെയ്തതായിട്ട് നമുക്ക് അറിയാവുന്ന ഹെഡാണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കണ്ട. നമുക്ക് നേരെ അവരുൾപ്പെടുന്ന ഹെഡ് സെലക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാവരുടെയും പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്. നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ലുകൾ വെയിറ്റിങ്ങിലായിരുന്നു. അതിപ്പോൾ പ്രോസസ്സായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായി നമ്മൾ സാലറി മാറ്റേഴ്സ്, പേ റിവിഷൻ അരിയറിൽ പേ റിവിഷൻ അരിയർ ബില്ല് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. നമുക്കറിയാം പ്രോസസ്ഡ് ഇയർ 2025 പ്രോസസ്ഡ് മന്ത്. നമ്മളിപ്പോൾ ഏപ്രിലാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പ്രോസസ്സ് ചെയ്ത എല്ലാ ബില്ലുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ മാത്രമല്ല റിട്ടയർ ആയവരുടെയും ബില്ലുകൾ നമ്മൾ പ്രോസസ്സ് ചെയ്യാനിട്ടിരുന്നു. അതും ഇവിടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ബില്ലുകളും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്നും ഒരു ബില്ല് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ബില്ലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും. ഏറ്റവും വലതുവശത്ത് കാണുന്ന സെലക്ട് എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുകയാണ്, ബില്ലിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്. അതിലെന്തൊക്കെയാണ് ഉള്ളത്? ഇന്നർ ബില്ല്, ഔട്ടർ ബില്ല്, ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 1, NPS ഷെഡ്യൂൾ. അത് NPS എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ഈ ഷെഡ്യൂൾ ഉണ്ടാവുകയുള്ളൂ. എല്ലാത്തിലും ഈ NPS ഷെഡ്യൂൾ വന്നേക്കും, പക്ഷേ NPSകാർക്ക് മാത്രമേ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഷെഡ്യൂൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 1, അരിയർ PF ഷെഡ്യൂൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 1. ഇവിടെ നമ്മൾ ഓരോന്നായി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. ഇന്നർ ബില്ല് സെലക്ട് ചെയ്യുകയാണ്.
ഇവിടെ ഇന്നർ ബില്ല് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നോക്കാം, ഇവിടെ ഇന്നർ ബില്ല് ഡ്രാഫ്റ്റ് ബില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡ്രാഫ്റ്റ് ബില്ല്? ഈ ബില്ല് ഇതുവരെ നമ്മൾ മേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ മേക്ക് ചെയ്താൽ മാത്രമേ ഈ ഡ്രാഫ്റ്റ് ബില്ല് മാറുകയുള്ളൂ. അപ്പോൾ ഡ്രാഫ്റ്റ് എന്നുള്ള ഈ വാട്ടർമാർക്ക് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ മേക്ക് ചെയ്തതിന് ശേഷം എടുക്കുന്ന ബില്ലിൽ ഈ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അരിയറിൻ്റെ ഇന്നർ ബിൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 മാസത്തെയും, അതായത് 2019 ജൂലൈ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള 20 മാസത്തെയും ഓരോ മാസം തിരിച്ചുള്ള അരിയർ പ്ലസ് ഏൺ ലീവ് സറണ്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള എമൗണ്ട് ഡ്യൂ ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അതായത് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്, പേ റിവിഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന തുക, എമൗണ്ട് ഡ്യൂ. ഇവിടെ എമൗണ്ട് ഡ്രോൺ കണ്ടില്ലേ? ഇവിടെ തൊട്ടിങ്ങോട്ട് എമൗണ്ട് ഡ്രോൺ ആണ്. അതെന്താണ്? ആക്ച്വലി നമ്മൾ വാങ്ങിയതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബാലൻസ് ആണ്, അതായത് നമ്മൾ വാങ്ങേണ്ടിയിരുന്നതും വാങ്ങിയതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വാങ്ങേണ്ടിയിരുന്നതിൽ നിന്ന് വാങ്ങിയത് കുറച്ചാൽ കിട്ടുന്നതാണ് നമുക്കിനി കിട്ടാനുള്ളത്. അതാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഇവിടെ 2019 7-ാം മാസം ഇദ്ദേഹത്തിന് പേ റിവിഷൻ വഴി 47,800 ഇദ്ദേഹത്തിൻ്റെ ബേസിക് പേ. എന്നാൽ അദ്ദേഹത്തിന് എത്രയേ കിട്ടിയുള്ളൂ? എമൗണ്ട് ഡ്രോൺ എത്രയാണ്? 33,900 ഇദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ടല്ലോ. 47,800 കിട്ടേണ്ടിയിരുന്ന സ്ഥാനത്താണ് 39,300 തന്നത്. അപ്പോൾ അവിടെ നമുക്ക് ബാലൻസ് എത്രയാണ് വരുന്നത്? ഈ ബാലൻസ് എന്ന് പറയുന്നത് ഈ 47,800 നിന്ന് 33,900 കുറച്ചാൽ കിട്ടുന്ന 13,900 ഇദ്ദേഹത്തിന് ഇനി കിട്ടാനുള്ളത്. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞു, ആദ്യം തുടക്കത്തിൽ പറഞ്ഞു 10,000 രൂപ ഇൻക്രിമെൻ്റ് ഉണ്ടായെങ്കിൽ ആ 10,000 രൂപ വെച്ച് 20 മാസത്തെ. ഇവിടെ നോക്കുക, ആദ്യ മാസം 13,900 രൂപ. ഇനി അതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഡി എ നോക്കുക. ഈ പേ റിവിഷൻ വന്ന സമയത്ത് 7-ാം മാസം മുതൽ 12-ാം മാസം വരെ നമുക്ക് ഡി എ ഇല്ലായിരുന്നു, 0 ആയിരുന്നു. എന്നാൽ നമ്മൾ പഴയ പേയിൽ വാങ്ങിയപ്പോൾ എന്താണ്? പേ റിവിഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഡി എ ഉണ്ടായിരുന്നു. ആ ഡി എ ആക്ച്വലി നമ്മൾ അന്ന് വാങ്ങിയെങ്കിലും നമുക്കിപ്പോൾ അത് ഡ്യൂ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഡി എ എമൗണ്ട് ഇവിടെ കുറയ്ക്കപ്പെടും. ഇവിടെ 0 ആയിരുന്നു, എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയത് മൈനസ് ഫിഗറായിട്ടാണ് ഇവിടെ ബാലൻസിൽ വരുന്നത്. അപ്പോൾ ഈ പേയിൽ നിന്ന് ഈ ഡി എ കുറച്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ മറ്റുള്ള എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വന്നേനെ. ഇപ്പോൾ ബാലൻസ് എത്രയാണ്? 4,408 രൂപയാണ് അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടാൻ ബാലൻസ് ഉണ്ടായിരുന്നത്. അതായത് മൊത്തം 13,900, അതിൽ നിന്ന് ഡി എ ആയിട്ടുള്ള 9,492 നമ്മൾ വാങ്ങി. അത് കുറച്ചാൽ കിട്ടുന്ന 4,408 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആ മാസത്തെ മാത്രം ബാലൻസ്, അരിയർ. ഇതുപോലെ ഈ 20 മാസത്തെയും അരിയറുണ്ട്. ഒപ്പം തന്നെ ഏൺ ലീവ് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അരിയറുണ്ട്. ഇവിടെ ചില വ്യത്യാസങ്ങൾ വരുന്ന കണ്ടോ? അത് ഡി എ പെർസെൻറ്റേജിൽ വരുന്ന വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൽ വരുന്ന വ്യത്യാസമാണ്. എന്തായാലും ശരി, ഈ കാണുന്ന തുക, ഈ അവസാനം കാണുന്ന ഈ 1,94,007 രൂപ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ 20 മാസത്തെയും കൂടി അരിയർ എമൗണ്ടാണ്. ഇതിനെയാണ് 4 ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ 25% വീതം ഈ മാസവും അടുത്ത മാസവുമായി നമ്മൾ ശമ്പളത്തിലൂടെ നമ്മുടെ PF ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തുക നോക്കുക, 1,09,407. ഇതിനെ 4 ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമായിരിക്കും, 4/1 അരിയറായിട്ട് നമ്മുടെ PF പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്നർ ബില്ല് മനസ്സിലായല്ലോ. നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഔട്ടർ ബില്ലാണ്. ഈ ഔട്ടർ ബില്ല് എടുക്കാൻ നമുക്ക് ഇപ്പോൾ സാധ്യമല്ല. നോക്കുക, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഔട്ടർ ബിൽ ഈസ് അവൈലബിൾ ഓൺലി ആഫ്റ്റർ മേക്ക് ബിൽ, പ്ലീസ് ട്രൈ ആഫ്റ്റർ മേക്ക് ബിൽ. അപ്പോൾ നമ്മൾ മേക്ക് ബില്ല് ചെയ്താലേ ഔട്ടർ കിട്ടത്തുള്ളൂ. NBS സ്റ്റാഫ് അല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് നോക്കണ്ട. ഈ ഷെഡ്യൂൾ നോക്കാം, അതും ഇതുപോലെ തന്നെ മേക്ക് ബില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെയാണ് PFൻ്റെ ഷെഡ്യൂളും, അത് നമുക്ക് മേക്ക് ബില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബില്ലിനെ മേക്ക് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? അക്കൗണ്ട്സിൽ ചെല്ലുന്നു, ബിൽസ്, മേക്ക് ബിൽ ഫ്രം പേറോൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മളുടെ സെലക്ഷൻസ് എല്ലാം നമ്മളിവിടെ കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കും ബിൽ നേച്ചർ സെലക്ട് ചെയ്യുന്നു. ബിൽ നേച്ചർ ഏതാണ്? ഇവിടെ താഴേക്ക് വരിക. പേ റിവിഷൻ അരിയർ 2019 നമ്മുടെ ഇവിടുത്തെ ബിൽ നേച്ചർ. നമ്മൾ പേ റിവിഷൻ അരിയർ ആണല്ലോ എടുത്തിരിക്കുന്നത്, 2019 സെലക്ട് ചെയ്യുന്നു. സെലക്ട് ബിൽ, ഏത് ബില്ലാണ്? നമ്മളിപ്പോൾ എടുത്ത ആ ബില്ല് നമ്മൾ
നമ്മൾ നോക്കുക. ഇതായിരുന്നു ഞാനിപ്പോൾ എടുത്ത ബില്ല്. സെലക്ട് ചെയ്തു. ഹെഡ് ഓഫ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. മേക്ക് ബില്ല് ചെയ്യുന്നു. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ കൊടുത്തു. ഇപ്പോൾ പേബിൾ ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് എല്ലാ ഷെഡ്യൂളും എടുക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ഇന്നർ ബില്ല് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഔട്ടർ ബില്ല് നോക്കാം. ജനറേറ്റ് ഔട്ടർ ബിൽ. ഇവിടെ നോക്കുക, ഇതാണ് ഔട്ടർ ബില്ല്. ഇവിടെ 27,101 രൂപയാണ് ഈ മാസം PFലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. കാരണം നേരത്തെ നമ്മൾ കണ്ട ടോട്ടൽ എമൗണ്ടിൻ്റെ 4/1 ഇത്, അല്ലെങ്കിൽ 25% ഇത്. ഇതുപോലെ 25% ഈ മാസവും അടുത്ത മാസം 25%, അങ്ങനെയാണ് ക്രെഡിറ്റ് ആവുമെന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ എമൗണ്ട് എന്ന് പറയുന്നത്. ജനറേറ്റ് ഷെഡ്യൂൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട് 1,08,407. അതിൻ്റെ 4/1 27,101, 25% ഇവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അരിയർ ടു PFലേക്ക് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, ജനറേറ്റ് PF ഷെഡ്യൂൾ. നമ്മൾ PFലേക്ക് പണ്ടെല്ലാം മാനുവലായിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? PFൻ്റെ ഷെഡ്യൂൾ കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുമായിരുന്നു. അതുപോലെ ഒരു PF ഷെഡ്യൂൾ ഇവിടെ വരും. ഇതാണ് ആ PF ഷെഡ്യൂൾ. ഈ PF ഷെഡ്യൂളിൽ ഇവിടെ ആ എമൗണ്ട് എത്രയാണ് PFലേക്ക് പോകുന്നതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഓർഡർ നമ്പറെല്ലാം ഉണ്ട്. ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ട്രഷറിയിൽ കൊടുക്കണം. ട്രഷറിയിൽ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് പറയാം. ഷെഡ്യൂളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു, പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്കറിയാം, അടുത്ത മാസത്തെ ശമ്പള ബില്ലിൽ മെർജ് ചെയ്തിട്ട് വേണം കൊടുക്കാനുള്ളത്. അതിന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളൊന്ന് പറയാം. എന്നാൽ അത് തന്നെയാണോ ഇതിനും ബാധകമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്നത് വരെ തീരുമാനമായിട്ടില്ല. എപ്പോഴാണോ അതിൻ്റെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും അറിയിക്കുന്നത്, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എങ്ങനെയാണിത് മെർജ് ചെയ്യുന്നതെന്ന് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. സാലറി മാറ്റേഴ്സ് എടുക്കുന്നു, പ്രോസസ്സിംഗ് എടുക്കുന്നു. പ്രോസസ്സിങ്ങിൽ അരിയറിൽ മെർജ് അരിയർ വിത്ത് സാലറി ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം അരിയർ പ്രോസസ്ഡ് ഇയർ 2025 ഏത് മന്താണ്? ഏപ്രിലാണ്. നമ്മൾ ഈ മാസം ചെയ്തുകൊണ്ട് ഏപ്രിൽ, അടുത്ത മാസം ചെയ്യുമ്പോൾ അടുത്ത മാസത്തെ സെലക്ട് ചെയ്യണം, ഏപ്രിൽ. ഇവിടെ ചോദിക്കുന്നു ക്രെഡിറ്റ് ടു PF ത്രൂ സാലറി ബില്ലാണോ പേയ്മെൻറ്റ് അലോങ് വിത്ത് സാലറി ബില്ലാണോ? നമുക്ക് എന്തായാലും ഇവിടെ പേയ്മെൻ്റ് അല്ല, PFലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. ഇത് മുൻ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഈ വർഷം ഇത് തന്നെ ആയിരിക്കും. പക്ഷേ അത് ഇതുവരെയും കൺഫേം ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാനിതിനെ ഫൈനലായിട്ട് പറയുകയല്ല. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണെങ്കിലും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഏത് മാസത്തെ സാലറിയോടൊപ്പമാണ്, ഏത് മാസത്തെയാണ്? ഏപ്രിൽ മാസത്തെ സാലറിയോടൊപ്പമാണ് നമ്മളിത് ട്രഷറിയിൽ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു ആർ യു ഷുവർ ടു പ്രൊസീഡ്? ഇവിടെ ഞാൻ ഓക്കെ ഇപ്പോൾ കൊടുക്കുന്നില്ല. എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ഈ ബില്ലിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞിരിക്കുക, എങ്ങനെയാണിത് പ്രോസസ്സ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ചും ഇന്നറിനെ കുറിച്ചും ഔട്ടറിനെ കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അരിയർ എന്നുപോലും അറിയാത്ത കുറേ പുതിയ ജീവനക്കാരുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയുടെ 2ാം ഭാഗം ഉടൻ തന്നെ, അതായത് സ്പാർക്കിൽ നിന്നും ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുവരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഇത് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.